എല്ലായിടത്തും പെരേരെ തിരക്ക് മുതലാളി ഈ പല്ലവി ഞാൻ കേട്ടുപോരുത്. എന്റെ ദൈവമേ, കുറെ മണ്ടന്മാരെയാണല്ലോ എനിക്ക് അസിസ്റ്റൻസായി കിട്ടിയിരിക്കുന്നത്. ഞങ്ങളെ അങ്ങനെ അങ്ങ് അവമാനിക്കരുത് മുതലാളി. ഞങ്ങളുടെ ബുദ്ധി തെളിയിക്കാൻ ഒരവസരം കൊടുത്തൂടെ? അയ്യേടാ, ഇനി പെരേരെ ഇവിടെ കൊണ്ടുവരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അവന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുവരിക. അപ്പൊ അവൻ താനെ ഇവിടെ വന്നോളൂ. ഇതായി മുതലാളിയുടെ കുഴപ്പം. ഞാനും ഈ ഐഡിയ പറയാനിരുന്നതാ. പറയാനായി നാക്കെടുത്തത് മുതലാളി പറഞ്ഞത് ഒരുമിച്ചായിരുന്നു. ഐഡിയയുടെ ക്രെഡിറ്റ് മുതലാളിക്ക് കിട്ടിയേ. ഇങ്ങനെ അയ്യോ അയ്യോ, இந்த வீடும் ப்ராப்பர்ட்டியும் செக்யூரிட்டியை கொடுத்தா கொஞ்சம் ரூபா கிடைக்கும். அந்த ரூபா கம்பெனி கொடுத்துடலாம். இல்லைன்னா கம்பெனி இந்த வீடு ஜப்தி பண்ணிடும். ஜப்தி பண்றதுக்கு இங்க யாராவது வந்தா அவங்க கையும் காலும் வெட்டி விடுவேனாக்கும். ஆமா காமாட்சி, கொஞ்சம் கருணை காட்டுது. ஏதாவது ஜாமீன் கொடுக்கலன்னா எம்பி என்ன பிடிச்சி ஜெயில தள்ளுவான். அப்படியா? எனக்கு ஒரு சந்தேகம். கேளுடி கண்மணி, உங்களை எந்த ஜெயில போடுவாங்க? கண்ணூரா, திருவனந்தபுரமா? இல்ல, திருவனந்தபுரமா இருந்தா எனக்கு ரொம்ப சௌகரியமா இருக்கும். எனக்கு இந்த ஜூ மியூசி எல்லாம் பார்க்கணும்னு ரொம்ப நாளா ஆசை. ஜூக்கு வரும்போதெல்லாம் அப்படியே ஜெயில வந்து உங்களையும் பார்க்கலாமோ? எலிக்கு பிராண வேதனை, பூச்சிக்கு வீண வாயனை. கண்ணா, நீங்க சொன்னப்பதான் ஞாபகம் வந்தது, இந்த வீட்டுல ரொம்ப எலி சல்யம். இப்படி ஹார்ட் இல்லாம பேசாது. எனக்கு மனசுல ஒரு பாட்டு தோன்றது. மயில புடிச்சு காலை உடைச்சு ஆட சொல்ற உலகம், குயில புடிச்சு ஜெயில அடைச்சு கூக சொல்ற உலகம். நான் குயிலடி மயிலடி. இத பாருங்க, நீங்க என்ன தொந்தரவு பண்ணி பிரயோஜனம் இல்ல. உங்க பணம் யாரோ தட்டி பறிச்சதானே? அந்த ஆளை இதுவரை போலீஸ் பிடிக்கல. இல்லை. அப்போ ஒண்ணு பண்ணுங்க, நீங்களும் யாருடையங்களும் கையில இருந்து பணம் தட்டி பறிச்சிடுங்க. என்ன? எனக்கு தட்டி பறிச்சு பரிச்சயம் இல்ல காமாட்சி. ஒண்ணு பண்ணுங்க, 2-3 வாட்டி தட்டி பறிச்சிடுங்க. தானே எக்ஸ்பீரியன்ஸ் வந்து. പേഷ്യന്റിനെ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. ഡ്രൈവറോട് ജീപ്പ് ഇറക്കാൻ പറയും. സർ, നോ നോ, ജീപ്പ് കൊണ്ടുവന്ന് അത്ര സേഫ് അല്ല. ആംബുലൻസ് അറേഞ്ച് ചെയ്യും. അങ്ങനെ ചെയ്യും. യെസ് സർ. ഹലോ, ഉണ്ണിത്ത മുതലല്ലേ? ഞാൻ ശങ്കരനാ, PC. അത് ശരി, ഓക്കെ. പോലീസ് സ്റ്റേഷനിൽ നിന്നും അവളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. അവളെ കൊണ്ടുവന്ന് ആംബുലൻസ് തട്ടിയെടുത്ത് നേരെ ഗോഡൌണിലെത്തിക്കണം. അപ്പൊ കൂടെയുള്ള പോലീസുകാർ എന്ത് ചെയ്യണം? അവർക്കോ ഉമ്മ കൊടുത്തേരെ. ഇടിയെ ആംബുലൻസ്. മുത്തു, മിടുക്കന്മാർ, കൊലക്കി. ഡോക്ടർ, എന്നെ രക്ഷിക്കൂ ഡോക്ടർ. എന്റെ ദൈവമേ, ആരെ തട്ടിക്കൊണ്ട് വരാനാണോ പറഞ്ഞേ? ഇനി ഈ കൊലപാതകം കൂടി ഞങ്ങൾ അതിലാവും മുതലാളി. നാശം. ഈ കഴുത തൂക്കത്തിപ്പോ കഴുതയാ? അപ്പം താൻ കഴുത. അറിവ് കെട്ട മുണ്ടം മാങ്കാത്തലയാ. ഞാൻ യാർ നനച്ച് ഉണ്ട പാർട്ടി താനെ എന്നെ കാറാല എടുത്തു വിട്ടേ. അടിയടാ, ധൈര്യം ഇരുന്ന അടി. ഞാൻ MGR രജനികാന്ത് പടം പാർക്കും. ഉടമ്പടാ, ഉയടാ, ഉണ്ട മകറി അടി. എങ്ങനെയുണ്ട് ഡോക്ടർ?
മയക്കം തെളിഞ്ഞാൽ പെയിൻ വീണ്ടും വന്നേക്കാം. അങ്ങനെ ഉണ്ടായാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. എന്റെ ഗുരുവായൂരപ്പ. എനിവേ പേഷ്യന്റിനെ ഇങ്ങോട്ട് മാറ്റിയ വിവരം വളരെ രഹസ്യമായിരിക്കണം. ഓക്കെ 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 ഓക്കെ. അവന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടു വന്നാൽ ഒളിത്താവളത്തിൽ നിന്നും അവൻ പുറത്തു വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള വഴി നോക്കാം. സാർ, എന്റെ അഭിപ്രായത്തിൽ ഷടാപ്പ്. നിന്റെ അഭിപ്രായം ഇവിടെ ആര് ചോദിച്ചു? തലയിരിക്കുമ്പോ വാലാടണ്ട, പേവക്കൂ. ഓഹോ, ഇങ്ങനെയൊക്കെ ആൾക്കാർ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ശരി ശരി. ആരാ സാർ? ഡിവൈഎസ്പി ബഷീറാ. ഇന്നലെ MG റോഡിലെ ഒരു വീട്ടിൽ പോലീസ് ഇൻസ്പെക്ടർ വേഷത്തിൽ ചെന്ന് ഒരാൾ മോഷണം നടത്തിയിരുന്നു. യുവമാരെയൊക്കെ യെസ്. ഹലോ സർ, ഐ ആം വിശ്വനാഥ്, സൂപ്പർഡന്റ് പോലീസ് ബോംബെ. ശ്രീകണ്ഠൻ നായർ. ഓ സോറി, ഇരിക്കൂ. താങ്ക് യു. ബാലേന്ദ്രൻ, താപ്പ ഫയലും എടുത്തു വരൂ. ഫയലും വാങ്ങാത്തില്ലൊന്നുമല്ല, പോലീസ് വേഷത്തിൽ വന്നിരിക്കുന്ന കള്ളനാണിവൻ. അവന് സംശയം തോന്നിക്കരുത്. പിറകെ പോയി പിടിക്കേ. ഞാൻ ഫയൽ എടുത്തിട്ട് വരാം. ബൈ ദ വേ, ഞാൻ വന്നിരിക്കുന്ന എന്തിനാണെന്ന് അറിയാമായിരിക്കുമല്ലോ. അറിയാം. അനങ്ങിപ്പോയത് കൊന്നുകളഞ്ഞ നോൺസെൻസ്. എന്താണിത്? സത്യം പറ, ആരാ നീ? എന്താ അതിന്റെ ഉദ്ദേശം? സാർ, ഞാൻ റോഡിലെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയത് ഇവൻ തന്നെയാണ് സാറേ. എടാ, കള്ളനാണെന്ന് എങ്ങനെ പിടികിട്ടുന്നായിരിക്കും? ബോംബെയിൽ നിന്ന് ഒറിജിനൽ SP വിശ്വനാഥൻ ഇവിടെ വന്ന് റിപ്പോർട്ട് ഇട്ടാണ് പോയത്. ഒറിജിനൽ വിശ്വനാഥോ? ഞാനാണ് വിശ്വനാഥ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ബ്രീഫ് കേസ് നോക്കണം. എന്റെ ഐഡന്റിറ്റി കാർഡും ഡിപ്പാർട്ട്മെന്റ് ഓതറൈസേഷൻ ഇതിനകത്തുണ്ട്. കാക്കി കുപ്പായിട്ടിട്ട് കോമാളി വേഷം കെട്ട നീ. കാക്കി കുപ്പായിട്ടിട്ട് അരി മേടിക്കുന്ന ഒരാളാ ഞങ്ങള്. നിന്റെ വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട. I am sorry. ഇറ്റ്സ് ഓൾ റൈറ്റ്. സോറി. ഇതാരെ? തിരിച്ചറിഞ്ഞവർ പറഞ്ഞു കൊടുത്ത അടയാളങ്ങൾ വെച്ച് എക്സ്പെർട്സ് വരച്ചെടുത്ത പെരേരയുടെ ചിത്രങ്ങളാണ്. My God. അപ്പൊ SP വിശ്വനാഥനായി വേഷം കെട്ടി ഇവിടെ വന്നത് പെരേരയാ? എന്റെ ഗുരുവായൂരപ്പ, ഇത് സാർ അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നില്ലേ? ഛേ! ധൈര്യമായിട്ട് വരികയും ഇവിടെ ആരും വരില്ല. 8-10 കൊല നടന്ന ഭാഗമല്ലേ അത്. പേടിക്കാനൊന്നുമില്ല. ഇവർ പോയി. നമുക്ക് ഈ പ്രേതത്തിലും ജപ്തിയിലും പിശാചിലും ഒരു പേടിയുമില്ല. കാരണം കയ്യിൽ പാവം നേഴ്സമ്മ വല്ലാതെ പേടിച്ചു. പഴയ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കാം. പോലീസുകാര് നാൻസി ശരിക്കും ഉപദ്രവിച്ചാണോ അല്ലേ? അസുഖം എങ്ങനെയുണ്ട്? തൽക്കാലം പേടിക്കാനൊന്നുമില്ല. പക്ഷെ എത്ര പെട്ടെന്ന് അവിടെ മാറ്റിയേ പറ്റൂ. മറ്റന്നാളാണ് ഓപ്പറേഷൻ. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനേക്കാൾ എളുപ്പം ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാവും. ആശുപത്രിയിൽ പോലീസ് ആളുണ്ട്. എങ്ങനെയെങ്കിലും നാൻസി അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സമാധാനമായിരിക്കും. എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. ചിലപ്പോ മേഴ്സിയുടെ സഹായം നമുക്ക് വേണ്ടി വന്നേക്കും. ഞാൻ എന്താ ചെയ്യണ്ടേ? പറയാം. സാർ പറഞ്ഞിട്ട് വന്നല്ലേ? ഉണ്ണിത്താ സാർ? അതെ. വേഗം കുട്ടിക്കോളൂ. അതാ റെഡി.
ബാത്റൂമിലേക്ക് മാറ്റി അങ്ങോട്ട് കൊടുക്കാം. നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. റിസ്ക് എടുക്കണ്ട, മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തേക്കും.